പെണ്ണ് കാണാൻ നടക്കുന്നതല്ലാതെ നിന്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കൊരു കാര്യം അറിയോ? നിനക്ക് വേണ്ടി പെണ്ണ് നോക്കി എനിക്കിപ്പോ എന്റെ പിള്ളേരെ നോക്കാനുള്ള സമയമില്ല. കണ്ടോ, എനിക്കൊന്നും എന്നോട് പറയാൻ പറ്റപ്പോഴത്തേക്കും അവനൊക്കെ ദേഷ്യം വന്ന് പല്ലങ്ങ് കടിക്കും. ദേഷ്യം വന്ന് പല്ല് കടിച്ചല്ലേ ഞാനത്? പിന്നെ പെണ്ണ് കാണാൻ പോയ വീടില്ലയോ, അവിടുത്തെ ഒരു അരിമുറുക്ക് എടുത്തിട്ട് പോക്കറ്റ് ഇട്ട് അത് ഞാൻ ചവച്ച ശബ്ദമാണ് കേട്ടോ. ഈ പെണ്ണ് കാണാൻ നടക്കുന്നത് അരിമുറുക്കും വറുത്തതും പൊരിച്ചതും തിന്നാനാണോ? ഇങ്ങനെയാണെങ്കിൽ നീ കൊളസ്ട്രോൾ വന്ന് ചാവത്തേ ഉള്ളൂ. ഈ ചടങ്ങ് നടന്നേനെ ഈ പെണ്ണ് സമ്മതിച്ച ഇവന്റെ ഒരു ഒറ്റ കാരണമാണ് ഇത് മുടങ്ങിയത്. ഞാൻ ഒറ്റ കാരണമൊന്നുമല്ല. ആ പെണ്ണിന്റെ അച്ഛൻ എന്തോ വർത്തമാനം എന്നോട് പറഞ്ഞത്. വിളിച്ചപ്പോ ആ പെണ്ണിന്റെ തന്ത എന്നോട് പന്ന വർത്താനം പറഞ്ഞത്. പെണ്ണിന്റെ അച്ഛൻ വർത്തമാനം പറയടാ. ആ പെണ്ണ് ചായയും ബിസ്ക്കറ്റുമായിട്ട് വന്നപ്പോ നീ എന്തുവാ കാണിച്ചത്? ഞാൻ ആ ബിസ്ക്കറ്റ് എടുത്തിട്ട് പെണ്ണിന്റെ മുഖത്തോട്ട് നോക്കി ചായക്കകത്ത് മൂക്കി പിടിച്ചു. ആ ബിസ്ക്കറ്റ് കുതിർന്ന് ചായക്കകത്ത് വീണു. ഞാൻ അത് കൈ കൊണ്ട് കടക്കിട്ട് കുടിച്ചു. കുടിച്ചപ്പോ ആ പെണ്ണിന്റെ തന്ത എന്നോട് പന്ന വർത്താനം പറഞ്ഞത്. എന്തോ അച്ഛൻ പറഞ്ഞത് നീ തന്നെ പറ. പക്വതയില്ലാത്ത കിണുങ്ങാമണിയെ എന്റെ കുഞ്ഞിനെ കല്യാണം കഴിച്ച് കൊടുക്കത്തില്ലെന്ന്. എന്റെ പൊന്നുകുഞ്ഞെ, ഈ കല്യാണം നടന്നായിരുന്നെ ആ വീട്ടുകാരൻ നിനക്ക് എന്തോരം ബിസ്ക്കറ്റ് മേടിച്ച് തന്നേനെ. പിന്നെ എന്നും അവരെ വീട്ടിൽ പോയി ബിസ്ക്കറ്റ് തിന്നാൻ അവര് വളർത്തുന്ന പട്ടിയാണോ ഞാന്? നിന്നെ കൊണ്ട് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പെണ്ണ് കാണാൻ കൊണ്ട് നടക്കുന്നതിന് നാട്ടുകാരിപ്പോ എന്തോ പറയുന്നതെന്ന് അറിയാവോ? എന്തോ നീ ഞാനിപ്പോ രാവിലെ കറക്കവാ. കല്യാണം നടക്കാത്ത നിന്റെ അച്ഛനാണെങ്കിൽ എന്റെ പുറകിന് നടക്കുക. ചുമ്മാ അല്ല, ഞങ്ങളുടെ അച്ഛൻ പണിക്ക് പോയിട്ട് പൈസ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരാത്തത്. ഞാൻ ഞങ്ങളുടെ അമ്മോട് പറയുന്നത്. ഞങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ പുറകെ നടക്കുന്ന കാര്യം ഞാൻ ഞങ്ങളുടെ അമ്മോട് പോയി പറയും. അങ്ങനെയാണോ? നിന്റെ അച്ഛനും നിന്റെ അമ്മയും എന്റെ പുറകിൽ നടക്കുവാ നിന്നെ ഒന്ന് കെട്ടിക്കാന്. കഴിഞ്ഞ ഇടയ്ക്ക് ആ ചാരുമൂട്ടി പെണ്ണ് കാണാൻ ചെന്നപ്പോ നീ ആ പെണ്ണിനോട് എന്താ വർത്താനോ പറഞ്ഞത്? ചേച്ചിയല്ലേ പറഞ്ഞ ചായ കുടിച്ച് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടെ 5 മിനിറ്റ് സംസാരിക്കാനൊക്കെ. അതൊരു നാട്ടു നടപ്പ് അനുസരിച്ച് ചെറുക്കനും പെണ്ണ് സംസാരിക്കാൻ 5 മിനിറ്റ് സമയം തരും. അന്നേരം നീ ആ പെണ്ണിനോട് എന്തുവാ പറഞ്ഞാ ചോദിച്ചത്? ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു നമ്മുടെ കല്യാണം കഴിയുവാന്നെ നമുക്ക് 4 പിള്ളേർ വേണമെന്ന് പറഞ്ഞു. ഉടനെ ആ പെണ്ണ് എന്നോട് പറയുവാ എന്റെ 2 പിള്ളേരെ നോക്കാൻ നേരമില്ല, പിന്നെ ഇയാളെ 4 പിള്ളേരെ നോക്കുന്നത്. വഴിയൊക്കെ പോകുമ്പോ വേറെ തട്ടുന്ന പോലെ 2 പിള്ളേരുണ്ടാതെ അതങ്ങ് പോട്ടെ. നിന്റെ അമ്മ തന്നെ നിന്റെ കല്യാണം മുടക്കില്ലയോ? ചങ്ങനാശ്ശേരി ചെന്നപ്പം ആ പെണ്ണ് എന്നോട് ചോദിച്ചു, ചേട്ടാ നിങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടോ, മിക്സി ഉണ്ടോ, മുറ്റം തൂക്കുന്ന മെഷീൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മയുണ്ടെന്ന്. അങ്ങനെയാണോ പറയേണ്ടത്? എടാ, നീ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണ് വേണം നിന്റെ അമ്മയും പൊന്നുപോലെ നോക്കാൻ, അല്ലാതെ വേലക്കാരിയായിട്ടല്ല നിർത്തേണ്ടത്. അതൊക്കെ നീ എന്റെ വീട്ടിൽ വരണമായിരുന്നു. എന്റെ അമ്മായിയമ്മ ഞാൻ പൊന്നു പോലെ നോക്കിയത്. ചാവാറായി കിടന്നപ്പോ എന്റെ അമ്മായിയമ്മ പറഞ്ഞു, മോളെ ശാന്തേ നീ ഇച്ചിരി കാപ്പി എത്തിക്കൊണ്ട് വാ. ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വന്ന് ഒരു തോടം കാപ്പി കുടിച്ചതുമല്ല. എന്റെ അമ്മായിയമ്മ ഈ ലോകത്ത് നിന്ന് എന്നെ നീക്കുവാട്ട് വിട വാങ്ങി. സ്വന്തം അമ്മായിയമ്മയ്ക്ക് കടങ്കാപ്പിക്കകത്ത് വിഷം കരക്കി കൊടുത്ത് കൊന്നിട്ട് എല്ലാവർക്കും വിട വാങ്ങിയെന്ന്. അവര് ജീവിച്ചിരുന്നപ്പോ അവർക്ക് നല്ല ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അവർ ഇന്നും നല്ല ആരോഗ്യത്തോടെ നടന്നേനായിരുന്നു, അറിയോ? ആയ കാലത്ത് അവരെന്നോടെടുത്ത പോരെ എന്റെ പൊന്നുത്തമ്മ, നിന്നോട് പറയാതിരിക്കും ആ ഭേദം. അയ്യോ, ഇപ്പൊ മനസ്സിലായി അമ്മാമ്മയും മരുമോളും തമ്മിലുള്ള സ്നേഹബന്ധം. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ള പെണ്ണുങ്ങളെല്ലാം ഇതേ രീതിയിലായിരിക്കും ജീവിക്കുന്നത്. അങ്ങനെ നീ പറയല്ലേ. ഞാൻ കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണുങ്ങളെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുക. ഈ പെണ്ണുങ്ങൾക്കൊന്നും നാണമില്ലയോ? ഇത്തരം പെണ്ണുങ്ങൾ സ്വന്തം ഭർത്താക്കന്മാരെ കളഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ? സുഖമായിട്ട് ജീവിക്കുവന്ന് കുറച്ചു മുമ്പേ പറഞ്ഞു സന്തോഷമായിട്ടാണ്, ഇപ്പൊ പറഞ്ഞു സുഖമായിട്ടാണ് ജീവിക്കുന്നത്. തലമുടിയിൽ കൂടെ പഞ്ചായത്ത് റോഡ് വെട്ടിയവൻ ഏതാണോ ഞാൻ പറഞ്ഞത്? അവര് അല്ലലില്ലാതെ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുവാന്നാ പറഞ്ഞത്. അത് മാത്രമല്ല, അവരിപ്പോ എവിടാന്നറിയാവോ? കുറെ ആൾക്കാർ ഓസ്ട്രേലിയ, കുറെ ആൾക്കാർ കാനഡ, കുറെ ആൾക്കാർ അമേരിക്കയില്. നിങ്ങൾ അവരെ കല്യാണം നടത്തി കൊടുക്കുമായിരുന്നു. അവരെ എന്നേക്കുമായി കേരളത്തിൽ നിന്ന് നാട് കടത്തുമായിരുന്നു. നീ എന്നെ കളിയാക്കരുത്. ഇത് ഞങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് തുടങ്ങിയ തൊഴിലൊന്നുമല്ല, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലാ. നിനക്കറിയാവോ, എന്റെ വല്യച്ഛനാ നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണം നടത്തി കൊടുത്തത്. അതിരിക്കട്ടെ, നിന്റെ കുഞ്ഞമ്മ ഇപ്പൊ എവിടാ? ഒന്നും പറയണ്ട, ഈശ്വരൻ വിളിച്ചപ്പോ കുഞ്ഞമ്മ അങ്ങ് പോയി. വിഷമിക്കണ്ട, മനുഷ്യന്റെ കാര്യമൊക്കെ അത്രയേ ഉള്ളൂ. ഇനിയിപ്പൊ എന്നെ ഈശ്വരൻ വിളിച്ചാൽ എനിക്കും അങ്ങ് പോണം. അതൊക്കെ വിധിയാന്ന്. ഇപ്പൊ അവരെന്തുവായാലും സ്വർഗത്തിൽ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുവായിരിക്കും. സ്വർഗത്തിലല്ല, പാതാളത്തിലാ. പാതാളത്തിലോ? കളമശ്ശേരിക്ക് അടുത്തുള്ള പാതാളം എന്ന സ്ഥലത്തെ കുഞ്ഞമ്മ തട്ടുകടയിട്ടുണ്ട്, അവിടെ ജീവിക്കുക. അപ്പൊ ഈശ്വരൻ വിളിച്ചെന്ന് പറഞ്ഞതോ? ചിറ്റപ്പനോട് തട്ടിന്റെ പണിക്ക് വന്ന ഈശ്വരമുള്ള വിളിച്ചപ്പോ ആക്കാരെ പുറയിലാ കുഞ്ഞമ്മ ഇറങ്ങിപ്പോയത്, അറിയാവോ? എന്റെ കുഞ്ഞമ്മ പോയ വിഷമത്തിൽ ഇപ്പൊ കൊച്ചച്ഛൻ ഇങ്ങനെ ഇരിക്കുമായിരിക്കും, അല്ലയോ? കുഞ്ഞമ്മ പോയ അതേ സ്പോട്ടിൽ തന്നെ കുഞ്ഞമ്മ അനിയത്തെ കെട്ടി എന്റെ കൊച്ചച്ഛൻ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കും, അറിയോ? അതൊക്കെ ഇരിക്കട്ടെ, നിനക്ക് ഡെയിലി പൈസ ഉണ്ടല്ലോ, നീ ഈ പൈസ ഒക്കെ മേടിച്ച് എന്തോ കൊടുക്കുക? ചിട്ടിക്ക് കൊടുക്കുക. കൊറേ ചിട്ടി പിടിച്ച് കൂട്ടുന്നുണ്ട്. ചിട്ടിക്ക് കൊടുക്കാന്നല്ല പറഞ്ഞേ, ചെട്ടിയാർക്ക് കൊടുക്കാന്ന് പറഞ്ഞേ. ചെട്ടിക്ക് അങ്ങനെ ഞാൻ പലിശക്ക് പൈസ എടുത്തായിരുന്നേ, അതിനുവേണ്ടി കൊടുത്താന്ന്. അതല്ല, നിനക്ക് 10-20 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേര് കിട്ടിയോ? അയ്യോ, അതെന്റെ പേരിലുള്ള വസ്തുവൊന്നും അല്ലത്.
അച്ഛന്റെ അമ്മാവന്റെ പോരി കിടക്കുന്ന ബസ്സും അത്. പോരല്ല, അച്ഛന്റെ അമ്മാവിന്റെ പേര് കിടക്കുന്നെന്ന് പറയണം. ഇത് ആരുടെ പേരിലാക്കുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോരിലടിച്ച് കിടക്കുന്ന ബസ്സും അതാ ഞാൻ പറഞ്ഞത്. അയ്യോ, അതിന്റെ എഴുത്തുകുത്തൊന്നും നടന്നില്ലയോ? എഴുത്തൊന്നും നടന്നില്ല, അതിന്റെ പേര് 10 കുത്ത് നടന്നു. 10 കുത്തോ? ആ, അച്ഛനും അമ്മാവനോട് അടി ഉണ്ടായപ്പം അച്ഛൻ അരേന്ന് കത്തി ഊരി അമ്മാവന്റെ പുറത്ത് കടുകൂടാ അത് കുത്തി. അമ്മാവനെ എടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഓ, എന്നിട്ട് ഡോക്ടർ കുത്തി കെട്ടിയില്ലയോ? ഡോക്ടർ കുത്തി കെട്ടില്ല, അതിലാണ് കുട്ടി വാരി അങ്ങ് കെട്ടി. അമ്മാവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോ ചേച്ചി ഒന്ന് കാണണമായിരുന്നു. എന്താ? പച്ചക്കുരുമുളക് തുണിസഞ്ചിക്കകത്ത് പൊന്നിട്ട് വരുന്നവര്. എന്നാലും നീ നിന്റെ അമ്മാവിനെ ഒന്ന് കാണാൻ പോയിക്കൂടായിരുന്നോ? ആര് പറഞ്ഞു ഒരാഴ്ച ഞാൻ അമ്മാവനെ നോക്കാൻ? അമ്മാവന്റെ വീട്ടിലല്ലായിരുന്നോ? മിനിഞ്ഞാന്ന് ഞാൻ അമ്മാവനോട് കിടന്നുറങ്ങിപ്പോഴേ വെളുപ്പിന് 2 മണിയായപ്പോ അമ്മാവൻ ചെട്ടി കൊണ്ടെന്ന് ഭയങ്കര നിലവിളി. അമ്മാവന്റെ പുറവിലാടെ കുത്തി കെട്ടി പഞ്ഞി വെച്ചേക്കുമല്ലയോ. ഞാൻ വിചാരിച്ച് തലയാണ് നമ്മുടെ അമ്മാവനെ എടുത്ത് തലക്കീലിട്ട് കയറ്റി വെച്ചിട്ട് ഒടുക്കായി കുത്തി ഇച്ചിരി കിടന്നു. എന്റെ സന്തോഷം കണ്ട. അതെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നിനക്ക് എന്നോടൊന്നും തോന്നരുത്. നിന്റെ ഈ കല്യാണമൊക്കെ മുടങ്ങുന്നത് എന്താണെന്നറിയാവോ? കുഞ്ഞാണുങ്ങളായ കുറച്ച് വൃത്തിക്ക് മെനക്കൊക്കെ നടക്കണം. ആര് പറഞ്ഞു എനിക്ക് വൃത്തിയില്ലെന്ന്? ഞാൻ ഇപ്പോഴും ഉടുത്തൊരുക്കി ടൗണിലോട്ട് ചെന്ന് നിന്നാൽ പെണ്ണുങ്ങൾ എന്നെ ഇമ വെട്ടാതെ നോക്കും. അറിയാമോ? നിന്റെ ഇവിടെ എന്തോ ഒരു വെട്ട്. ആ തെക്കലെ സുമ വെട്ടിയതാ. അവളെ ഇമ വെട്ടാതെ ഞാൻ നോക്കിയത്. നീ ഇങ്ങനെ നോക്കി നടക്കത്തേ ഉള്ളൂ. ഉത്തമ, നിനക്കൊരു 10-38 വയസ്സായില്ലയോ? നിന്റെ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ച് അവർക്ക് കെട്ടിക്കാൻ പ്രായമുള്ള മക്കളുമായി. എന്നിട്ട് നീ ഇങ്ങനെ അങ്ങ് നടന്നു. നീ കല്യാണം കഴിക്കാതെ ഇങ്ങനെ അങ്ങ് നടന്നു. നിങ്ങൾ എന്നോട് ചുമ്മാ നടക്കുമല്ലോ. എനിക്ക് അവിടെ ഒരു പെണ്ണിനെ ഒപ്പിച്ച് തരത്തില്ലയോ? അതാ ഈ പറയുന്നത്. നീ കേക്ക, ഒരു പെണ്ണുണ്ട്, പക്ഷെ അവളെ ഭർത്താവ് ഒന്ന് ഉപേക്ഷിച്ചതാ. എന്നാലും സാരമില്ല, നിനക്ക് നന്നായിട്ട് ചേരും. അവളെ കുവൈറ്റില്ല. വയറ്റിലുള്ള പെണ്ണിനൊന്നും എനിക്ക് വേണ്ട. അതല്ലെന്ന്, അവൾക്ക് കുവൈറ്റ് ജോലി എന്നാ പറഞ്ഞത്. അവൾക്ക് കുവൈറ്റ് ജോലി എന്നാ പറഞ്ഞത്. നിന്നെ പറ്റി സകലമായ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുകൊണ്ട് അവർക്ക് പ്രായവും പ്രശ്നമില്ല, വിദ്യാഭ്യാസവും പ്രശ്നമില്ല. അങ്ങനെ ചേച്ചി കാര്യം ചെയ്യും. അവരുടെ ഫോട്ടോ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇതാ പെണ്ണ്. എന്റെ 22ാമത്തെ വയസ്സിൽ ഇവളെ ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്റെ ശല്യം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് എന്നെ പുറംകാലം കൊണ്ട് അടിച്ചിട്ട് ഇറങ്ങിപ്പോയാളാ ഇവളെ. ഞാൻ ഇവളെ വീണ്ടും കല്യാണം കഴിച്ച് എന്റെ കുടുംബത്തോട്ട് കൊണ്ടുവന്നിട്ട് വേണം അവളെന്നെ വീണ്ടും പീഡിപ്പിക്കാനില്ലയോ? ഇങ്ങനാണെങ്കിൽ നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല ഉത്തമ. നീ ഒരിക്കലും രക്ഷപ്പെടത്ത. ആര് രക്ഷപ്പെടും? നിന്നെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പറ്റാതെ കുവൈറ്റിൽ ഒരു പെണ്ണില്ലയോ, അതുപോലെ ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാം രക്ഷപ്പെടും.